ഇന്ന് സ്തോത്രം ഞാൻ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോട് ചോദിച്ച് പ്രാപിച്ചൊരു മെസ്സേജുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത്. നമുക്കെതിരെ വെച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും സ്വർഗത്തിലെ ദൈവം മാറ്റാൻ ഈ ദിവസങ്ങളിൽ ശക്തനാണ്. പിശാച് നമുക്കെതിരെ വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ നാം പ്രാർത്ഥനയാൽ ഓവർകം ചെയ്യാൻ പോകുകയാണ്. കർത്താവിൻ്റെ കയ്യിൽ തന്ന മെസ്സേജിലേക്ക് നമുക്ക് വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 18-19 വാക്യം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് ഏൻ ഹക്കാരെ എന്നു പേരായി. അത് ഇന്നുവരെയും ലേഹിയിലുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വിടുതൽ തന്നാൽ അത് 1 മാസമോ 2 മാസമോ 6 മാസമോ 1 വർഷമോ നിൽക്കുന്നതല്ല, എന്നും നിലനിൽക്കുന്ന നന്മകളാൽ ദൈവം നമ്മൾ വിടുവിക്കാൻ പോകുകയാണ്. നവംബർ മാസം നിങ്ങൾക്കൊരു വിടുതൽ ദൈവം തന്നാൽ 2024 നവംബറിൽ തന്ന വിടുതൽ അത് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്ന വിടുതലായിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ എന്നോട് പറയുന്നു. അപ്പോൾ ഈ വാക്യം നമുക്കൊക്കെ അറിയാവുന്ന വാക്യമാണ്. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച കാര്യത്തിലോട്ട് നമുക്ക് വരാം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു. ശിംശോൻ ദൈവത്തിൻ്റെ ശക്തനായ ഒരു അഭിഷിക്തനായിരുന്നു. ഈ 100 പേരോ 200 പേരോ ഇരിക്കുന്ന സ്തോത്രം മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കുന്നവരുണ്ട്, 1000ങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നവരുണ്ട്, ലക്ഷങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നവരുണ്ട് എന്ന് പറയുന്ന പോലെ ശിംശോൻ സ്തോത്രം ശക്തനായ ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവസ്ഥ വളരെ പരിതാപകരമാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, ആത്മശക്തി ഉള്ളപ്പോൾ ഒരു വെട്ടിന് ഒരുപാട് എണ്ണത്തെ കൊന്നുകളഞ്ഞാണ് ശിംശോൻ. പക്ഷേ ഇപ്പോൾ ശിംശോന്റെ അവസ്ഥ പരിതാപകരമാണ്. ഇന്ന് പകൽക്കാലം അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? വല്ലാത്ത അവസ്ഥ, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ദൂത്. ഇപ്പൊ നിലവിളിയ സ്തോത്രം. ഒരു യുദ്ധത്തിൽ ജയിച്ചപ്പോൾ വളരെ സന്തോഷമായിരുന്നു, രക്ഷിക്കപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, സ്നാനപ്പെട്ടപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പം നിലവിളിച്ചോണ്ട് സൂമീറ്റിക്ക് കയറി വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്നെ വിടുവിക്കുന്ന പകൽക്കാലമാണിന്ന്. എന്നാ ശക്തിയാണെന്നറിയാമോ? ഒരു കഴുതിയുടെ പച്ച താടിയെല്ലുകൊണ്ട് കുന്ന് രണ്ടെന്നും പറഞ്ഞേച്ച് സ്തോത്രം ഒരുപാടത്തിന് തീർത്തവനാണ് ശിംശോൻ. പക്ഷേ ഇപ്പോൾ നിലവിളിക്കുകയാണ്. നിനക്കെത്ര സാമ്പത്തികമുണ്ടെങ്കിലും, നിനക്കെത്ര ആരോഗ്യമുണ്ടെങ്കിലും, നിനക്കെത്ര കഴിവുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ദൈവത്തോട് നിലവിളിക്കേണ്ട സമയം വരും. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഒരു മറുപടി വരാൻ പോകുന്നു. എന്നിട്ട് ശിംശോൻ പ്രാർത്ഥിച്ച ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഓർത്തോണം, വെറും ജയമല്ല, മഹാജയം. ബൈബിൾ കണ്ടതിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജയം നേടിയ വ്യക്തിയായിരുന്നു ശിംശോൻ. ഒരു കാലത്ത് നീ ഒരു ജയമായിരുന്നു, ഒരു കാലത്ത് നീ സന്തോഷവാനായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ ഒരു പരാജയമാണോ? ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം ഈ മഹാജയത്തിന്റെ പിന്നിലും ശിംശോൻ ദാഹിച്ചു. പല ദാഹങ്ങൾ ഈ ലോകത്തുണ്ട്, പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ നിലവിളിക്കും അല്ലേ? നമുക്ക് കിട്ടേണ്ട അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, നമുക്ക് കിട്ടേണ്ട വിസ കിട്ടിയില്ലെങ്കിൽ, നമുക്ക് കിട്ടേണ്ടതായിരിക്കുന്ന ജയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിലവിളിക്കത്തില്ലേ? ശിംശോൻ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ജയിപ്പിച്ച ദൈവത്തെയല്ല എനിക്ക് വേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം ചെയ്ത ദൈവത്തെയല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് ഇപ്പോഴത്തെ വിടുതല. ദൈവാത്മാവ് ദൂത് പറയുന്നു, പണ്ടത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് നിന്നെ ഉയർത്തുന്ന ദൈവത്തിൽ നീ വിശ്വസിക്കാം. 10 വർഷം മുന്നേ സൗഖ്യമായ രോഗത്തെക്കുറിച്ച് സാക്ഷ്യം പറയാതെ, 20 വർഷം മുന്നേ നിനക്കൊരു വീട് തന്നതിനെ കുറിച്ച് മാത്രം സാക്ഷ്യം പറയാതെ, ഇന്ന് പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തെക്കുറിച്ച് നീ സാക്ഷ്യം പറയാൻ പോകുക. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് ദൈവം നല്ലവനായിരുന്നത് സത്യമാ. പക്ഷെ ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ കയ്പനുഭവിക്കുക. ദൈവാത്മാവ് ദൂത് പറയുന്നു, ആ കയ്പിൽ നിന്നും മധുരത്തിലോട്ട് ചെറുതിനെ ദൈവം നയിക്കാൻ പോകുന്നു. Are not going to say testimonies of what the Lord did to your health, or the health, or the miracle in your health that you received 10 years back, or not of the blessing of receiving your house 20 years back. But today, you are going to pray for the great miracle that the Lord is going to do for today. You are asking for a great miracle today because the situation is very bad, and He is going to
intervene in your situation and change your bitter situation into a sweet one. നമുക്ക് പൗലോസിനോട് ചോദിച്ച പൗലോസ് പറയും, 1 കൊരിന്ത്യർ ലേഖനത്തിലൊരു വാക്യമുണ്ട്, ഞാൻ വായിക്കുന്നില്ല, പറയാം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു. ഇന്ന് പകൽക്കാലം എത്ര വലിയ അഭിഷിക്തനാണെന്നറിയാമോ? സ്തോത്ര പൗലോസിന് സ്ഥിരവാസമില്ലെന്ന്. ഇന്ന് പകൽക്കാലം നിനക്ക് സ്ഥിരവാസമില്ലയോ? വാടക വീട്ടിലാണോ വസിക്കുന്നത്? സ്തോത്രം, വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ നല്ല വസ്ത്രമില്ലയോ? കുത്തുകൊണ്ട്, മറ്റുള്ളവരുടെ വാക്കിനാലുള്ള കുത്തുകൾ, ഇതൊക്കെ കൊണ്ട് നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവവിതലേ, ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, നിങ്ങളോട് പറയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുക. പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് നിലവിളിച്ചിട്ടും ഒന്നും ചില മേഖലകൾക്ക് വിടുതൽ കിട്ടുന്നില്ലെന്ന് നീ പരാതി പറയണ്ട. ദൈവം ശ്രേഷ്ഠകരമായിരിക്കുന്ന വാതിൽ നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. സ്തോത്രം. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ച മറുപടി പെട്ടെന്ന് കണ്ടെന്ന് വരത്തില്ല. പക്ഷേ ഉണ്ടല്ലോ, പലിശ അടക്കം ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട വർഷങ്ങൾ, നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്കൊത്തവണ്ണം, നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം, സകല മേഖലകളിലും ദൈവം ഇതാ ചിലത് നിന്നിൽ റിട്ടേൺ അടിപ്പിക്കാൻ പോകുക. നീ അത് വിശ്വസിച്ച് ഏറ്റെടുത്തോ. ഇന്നത്തെ ദൂത് നിനക്ക് വേണ്ടിയുള്ളതാ. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ റിട്ടേൺ വരാൻ പോകുന്നു. എന്നോടൊരു പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവചനം പറഞ്ഞു, നിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളെ ഞാൻ നിനക്ക് മടക്കി തരുമെന്ന്. ഞാൻ ഇതെങ്ങനെ ഇപ്പം നഷ്ടപ്പെട്ട വർഷങ്ങൾ മടക്കി ലഭിക്കുന്നത്? സ്തോത്രം. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു, കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചിന്തിക്കാൻ ഒക്കാത്ത ഒരു മേഖലയിൽ ദൈവം അനുഗ്രഹിച്ചെത്തിച്ചു. അന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ജീവിതം ആരംഭിച്ച എൻ്റെ സഹപാഠികളും എൻ്റെ സഭയിലുള്ളവരെക്കാട്ടിലും അവർ മുടക്കിയതിനേക്കാൾ കുറച്ചേ ഞാൻ മുടക്കിയിട്ടുള്ളൂ. പക്ഷേ അവർ നേടിയതിനേക്കാൾ കൂടുതൽ നേടുവാൻ ദൈവം എന്നെ സഹായിച്ചു. വർഷങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ പ്രവാചകൻ പറഞ്ഞത് കറക്റ്റാ. ഞാൻ വർഷം കണക്ക് കൂട്ടി എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ അവൻ പറയും, അത്ഭുതമായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളെ നോക്കി നീ ദുഃഖിക്കേണ്ട വരത്തില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്താലുണ്ടല്ലോ, നാളെ നീ പറയും, നഷ്ടപ്പെട്ടതിനെക്കാട്ടിലും, എൻ്റെ കൂടെയുള്ളവരെക്കാട്ടിലും, എൻ്റെ സഹപാഠികളെക്കാട്ടിലും, എൻ്റെ കൂടെ പിറന്നവരെക്കാട്ടിലും എന്നെ അനുഗ്രഹിച്ച ദൈവം എന്ന് പറയുന്നത് പോലെ ചിലതിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെ ദൈവം മടക്കി തരാൻ പോകുക. നമുക്ക് എല്ലാറ്റിലും വിശ്വാസമാണ്, ദൈവത്തെ മാത്രം വിശ്വാസമില്ല. നമ്മളൊരു കോൺട്രാക്ടർക്ക് വീട് പണിയാൻ കൊടുത്താൽ കോൺട്രാക്ടർ വിശ്വാസമാണ്. നമ്മളൊരു വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ പോയ വാഹനം വിൽക്കുന്നവനെ നമുക്ക് വിശ്വാസമാണ്. നമ്മളൊരു കസാര വാങ്ങിച്ച് അതിലിരിക്കുമ്പോൾ കസാര ഒടിയത്തിൽ നിന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ദൈവത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഇവരെക്കാട്ടിലൊക്കെയും വിശ്വസിക്കാൻ കൊള്ളാകുന്നവനാണ് ഉയരത്തിലെ ദൈവം. നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് തരാതെ കടന്നു കളയാൻ തക്കവണ്ണം ദരിദ്രനല്ല ഈ ദൈവം. ഈ ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിന്റെ മടിയിലിട്ട് തരാൻ ശക്തനാണിവൻ. ശിംശോന് ഭയങ്കര ദാഹമാ. അതുകൊണ്ട് യെശയ്യാപ്രവാചകൻ എഴുതിയത്, ദാഹിച്ചിരിക്കുന്നിടത്തൊക്കെ ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുക, നീ ഇന്ന് ചിന്തിക്കുന്നത് നിന്റെ അനുഗ്രഹം മാത്രമാണെങ്കിൽ അതുകൊണ്ടൊന്നും നിൽക്കത്തില്ല കേട്ടോ. ഞാൻ വരണ്ട നിലത്ത് നീരൊഴുക്കുകൾ തരുന്ന ദൈവം മാത്രമല്ല, നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്താനത്തിന്റെ മേലും ഇരട്ടിപ്പങ്കിന്റെ ആത്മാവിന്റെ നിറവ് പകരുന്ന ദൈവമാണ്. യേശു ഇപ്രകാരം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു പദം പറഞ്ഞിട്ടുണ്ട്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ദാഹിക്കുന്നവൻ ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന്. ഈ ഉത്സവത്തിൻ്റെ മഹാദിനത്തിൻ്റെ ഒടുക്കത്തെ നാളാ. ഈ ഉത്സവത്തിൻ്റെ ദിവസങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഉത്സവം തീരാൻ പോകുക. പക്ഷെ യേശുവിൻ്റെ കൂടെ നടക്കുന്നവർക്കുണ്ടല്ലോ, ഉത്സവം തീർന്നാലും എന്ന് ഉത്സവമാണെന്നേ. സ്തോത്രം. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഈ ഉത്സവം തീർന്നാലും ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്ക വന്നോ, അതൊക്കെ തീരുവന്നേ. ആ സന്തോഷമൊക്കെ തീർന്നു പോകുന്നതാ. പക്ഷെ എൻ്റെ അനുഗ്രഹം, എൻ്റെ നന്മ ദാഹിച്ചിരിക്കുന്നിടത്തൊക്കെ സ്തോത്രം വെള്ളം പകരുന്ന നന്മയാ. നിന്റെ കൂടെ സഹോദരി നിന്റെ കൂടെ പഠിക്കുന്നവർ നിന്നെക്കാൾ മാർക്ക് മേടിച്ചവരായിരിക്കാം, ഡിസ്റ്റിങ്ഷൻ മേടിച്ചവരായിരിക്കാം. സ്തോത്രം. പല മേഖലയിലും ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കാം. പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു മേഖലയിലോട്ട് നിന്റെ കഴിവില്ലായ്മയിൽ നിന്നെ ദൈവം എടുക്കാൻ പോകുക. ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിനക്ക് പല മേഖലകളിലും സ്തോത്രം പഠിച്ച് കയറാൻ പറ്റിയിട്ടില്ലെന്നുള്ള സത്യമാണ്. പക്ഷെ പഠിച്ചവരെക്കാട്ടിലും കഴിവുള്ളവരെക്കാട്ടിലും ബുദ്ധിമാന്മാരെക്കാട്ടിലും നിനക്ക് വേണ്ടി ഇതാ ഒരു ഇരുമ്പ് വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. ദാവീദ് ഒരിക്കൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു പദമുണ്ട്, എന്തെന്നറിയാമോ? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട്
എൻ്റെ കണ്ണുനീർ രാവും പകലും എനിക്ക് ആഹാരമായി തീർന്നിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് ചേർന്നിരുന്നിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാമോ? നിന്റെ ദൈവം എവിടെടാ? സ്തോത്രം. എന്നാൽ അവർ എന്നോട് നിത്യം ചോദിക്കുക, ഇന്നും വിടുതല കിട്ടിയിട്ടില്ല, നാളെയും വിടുതല കിട്ടിയിട്ടില്ല, മറ്റന്നാളെയും വിടുതല കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്നിട്ട് ദാവീദ് പറയാണ്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ മരിച്ചാൽ മതിയെന്ന്. എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് എടുക്കണമെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കണ്ട, ജീവിക്കണ്ട, ഇനി മരിച്ചാൽ മതി, എനിക്ക് കണ്ണുനീര് മാത്രമാണ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നെ അങ്ങനെ വിടാനല്ല ദൈവം വിളിച്ചത്. നിന്നെ പുൽപ്പുറത്ത് ആടുകളെ മേയ്ക്കാൻ മാത്രമല്ല ദൈവം വിളിച്ചത്. നിനക്ക് വേണ്ടി ഇതൊരു സിംഹാസനം ഒരുങ്ങുന്നുണ്ട്. അത് നിത്യതയുടെ സിംഹാസനം മാത്രമല്ല. ആരുടെയൊക്കെ മുമ്പിലാണോ നിന്റെ വാക്ക് മുട്ടിപ്പോയത്, ആരുടെയൊക്കെ മുമ്പിലാണോ നിന്റെ കാൽ ഇടറിപ്പോയത്, അവര് കാണുക നിനക്ക് വേണ്ടി ഭൂമിയിൽ തന്നെ ദൈവം ഒരു മാന്യത ഒരുക്കുന്നുണ്ട്. ദാവീദ് ഒരിക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു. ആരോടെന്ന് പറയുമ്പോൾ യോനാഥനോട്. യോനാഥൻ ആരാന്ന് പറയുമ്പോൾ ദാവീദിന്റെ മകനാ. ദാവീദ് ചെന്ന് കരഞ്ഞുകൊണ്ട് യോനാഥനോട് പറഞ്ഞു, നിന്റെ അപ്പൻ എന്നെ കൊല്ലാൻ നോക്കുന്നു, ശൗൽ എന്നെ കൊല്ലാൻ നോക്കുന്നു, ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാ എന്നെ കൊല്ലാൻ നോക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പൊ യോനാഥൻ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോണം. നീ മരിക്കയില്ല, സ്തോത്രം, നീ രാജാവാകും. നീ രാജാവാകുമ്പോൾ എന്നെ ഈ ഓർത്തോണം. ഒരു രാജാവിൻ്റെ മകനാ പറയുന്നത്. സ്തോത്രം. നിനക്ക് നിന്നെക്കുറിച്ച് അറിയത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. സ്തോത്രം. നിനക്ക് നിന്നെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിലും നിന്റെ മുകളിൽ പകർന്നിരിക്കുന്ന അഭിഷേക തൈലത്തിന്റെ വലിപ്പം യോനാഥാൻ അറിയാം. യോനാഥാൻ പറഞ്ഞു, നീ ഒരു ദിവസം രാജാവാകുവാടാ. ഇന്നത്തെ സ്ഥിതിയെല്ലാം മാറും, ഇന്നത്തെ അവസ്ഥയെല്ലാം മാറും. നാളെ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യാൻ പോകുന്നു. എന്തുകൊണ്ടാണ് അവരൊക്കെ നിന്നെ പിന്നിൽ നിന്ന് കുത്തുന്നതെന്നറിയാമോ? സ്തോത്രം. നീ മുന്നിലായോണ്ടാ. നീ മുന്നിലായത് കൊണ്ടാണ് നിനക്ക് പിന്നിൽ നിന്ന് കുത്ത് കിട്ടുന്നത്. അവൻ പഠിച്ച പണി 18 നോക്കിയാൽ നിന്റെ മുന്നിൽ കയറാൻ പറ്റത്തില്ലെന്നേ. ഇന്ന് പകൽക്കാലം ഓർത്തോ, നീ എത്ര ചുറ്റേണ്ട വന്നാലും ദാവീദേ, നിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നതിന് മുന്നമേ നീ നന്മ കണ്ടിരിക്കും. ഈ ദൂത് ഏറ്റെടുത്തോ. നിന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നതിന് മുന്നമേ നീ വാഗ്ദത്തം പ്രാപിച്ചിരിക്കും. നിന്റെ തലമുറയുടെ നന്മ നീ കണ്ടിരിക്കും. നിന്റെ കുടുംബം സെറ്റായിരിക്കും. ഇന്ന് പകൽക്കാലം ദൂത് ഏറ്റെടുത്തോ. ചിലരോട് ശക്തമായി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു. അതുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായി റോമാലേഖനത്തിൽ എഴുതി വെച്ചു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആമേൻ. സ്തോത്രം. എങ്ങനെയാണെന്ന് അറിയാമോ? ഏതിലൊക്കെ കഷ്ടത, പട്ടിണി, ഉപദ്രവം, ആപത്ത്, വാള്, നിന്ന, വെല്ലുവിളി, യേശുവിന്റെ നാമത്തിൽ അത് അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതിലൊക്കെയും നീ തോറ്റുപോകുമെന്നല്ല, നിന്നെ ജയിപ്പിക്കുവാൻ, അത് വെറും ജയമല്ല, പൂർണ്ണ ജയം. എത്ര പേർ ഏറ്റെടുക്കും? പൂർണ്ണമായി ജയിക്കാൻ പോകുക. ദൈവാത്മാവ് ദൂതർ പൂർണ്ണമായി ചിലതരം ജയിപ്പിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതം തീർന്നു, ഇനി മുന്നേറ്റേക്ക് യാത്രയുണ്ടെന്ന് തോന്നുന്നില്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുക. സ്തോത്രം. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം, പോരാടി പ്രാർത്ഥിക്കണം. യാക്കോബ് യബോക്കിന്റെ കടവിൽ വെച്ച് ദൂതനോട് പോരടിച്ച് വെച്ച് പറഞ്ഞൊരു പദമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ദൂതൻ അന്ന് പറഞ്ഞൊരു പദം എന്തെന്നറിയാമോ? ഇന്ന് നിന്റെ പേര് യാക്കോബാ, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചത് കൊണ്ട് നീ ഇസ്രായേൽ എന്നറിയപ്പെടും. ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുന്നു, ഇന്ന് നീ പോരടിച്ചു പ്രാർത്ഥിച്ചോ, നിന്റെ പേരിനെ ദൈവം മാറ്റാൻ പോകുക. സിറ്റുവേഷൻ ഭയങ്കര മോശമാ. ഏശാവ് കൊല്ലുവാൻ അപ്പുറത്ത് മാറി നിൽക്കുക. നിന്റെ ജീവിതം അവസാനിച്ചെന്ന് തോന്നുമ്പോൾ നിന്റെ പേര് മാറാൻ പോകുന്നു. ഇസ്രായേൽ ലോകം അവസാനിക്കുന്നത് വരെയും ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ജനമായി ഇസ്രായേൽ മാറാൻ പോകുക. നീ തുടങ്ങിയെങ്കിൽ നിന്നെ പൂർത്തീകരിപ്പിക്കാൻ ശക്തനായ ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നേ. അത് ഏത് മേഖലയിലായാലും ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ദൂത് പറയുക. നിന്നെ കൊണ്ട് തുടങ്ങിപ്പിച്ചെങ്കിൽ നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ ദൈവം ശക്തനാ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മത്തായി സുവിശേഷത്തിൽ, ചതഞ്ഞ ഓട അവൻ ഒടിക്കയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തത്തുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിക്കയില്ല, പുകയുന്ന തിരി കെടുത്തത്തുമില്ല. അവൻ ന്യായവിധി ജയത്തോടെ നടത്തും. ഇന്ന് പകൽക്കാലം സ്തോത്രം, നീ ജയിക്കുന്നത് വരെയും ദൈവിക ന്യായവിധി വെളിപ്പെടാൻ പോകുക. ദൈവാത്മാവ് അങ്ങനെ ദൂത് പറയാൻ പറയുന്നു, നീ ജയിക്കുന്നത് വരെയും ദൈവത്തിന്റെ ന്യായവിധി ചില സ്ഥലങ്ങളിലോട്ട് ദൈവം ഇറക്കാൻ പോകുക. നിനക്ക് വേണ്ടി അവൻ ജാതികളെയും നിനക്ക് വേണ്ടി അവൻ രാജാക്കന്മാരെയും തകർക്കും.
തൽക്കാലം ദൈവാത്മാവ് ചിലതിനെ ബലപ്പെടുത്തുകയാണ്. ദൈവാത്മാവ് ചിലതിനെ ബലപ്പെടുത്തുകയാ. ചിലതിന് വേണ്ടി അനുകൂലമായി വിധി വരാൻ പോകുന്നു. നിന്റെ തകർന്നിരിക്കുന്ന മേഖലകളിൽ, നിന്റെ ചതഞ്ഞുപോയ മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ നാമം പ്രസ്താവിക്കാൻ പോകുന്നു. പൗലോസ് പിന്നെ ശിംശോൻ പറഞ്ഞൊരു പദം എന്താണെന്നറിയാമോ? ശിംശോൻ പറഞ്ഞ പദം, ദൈവമേ ഞങ്ങൾക്ക് അങ്ങ് മഹാജയം തന്നു, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാ, ഞാൻ മരിച്ചു പോകും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പൗലോസിന്റെ കൂടെ ചേർന്ന് നമുക്ക് പറയാം, ഇല്ല നീ മരിക്കത്തില്ല, ഇല്ല നീ തോക്കത്തില്ല, നിന്നെ ദൈവം ജയിപ്പിക്കാൻ പോകുന്നു. ഇന്നത്തെ സൂം മീറ്റിംഗിൽ തോറ്റു എന്ന് തോന്നുന്ന പലരും ജയത്തിന്റെ സാക്ഷ്യം പറയാൻ പോകുക. 2 കൊരിന്ത്യർ ലേഖനത്തിലൊരു വാക്യമുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓർത്തോ, സകല ഇടത്തും ജയോത്സവമായി എത്ര ഒരു ദൂത് ഏറ്റെടുക്കും. സ്തോത്രം. വെറും ജയമല്ല, പൂർണ്ണ ജയം, ജയത്തിന്റെ ഉത്സവം ചില ഭവനങ്ങളിൽ വെളിപ്പെടാൻ പോകുക. ഇന്ന് പലക്കാലം ചില ഭവനത്തിന്റെ അകത്ത് മറ്റുള്ളവർ കേൾക്കത്തക്ക വിധത്തിലുള്ള വാർത്തകൾ, സന്തോഷത്തിന്റെ വാർത്തകൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, ചിലരുടെ ഭവനം ഒരു പ്രാർത്ഥനയുടെ ആരാധന നടത്തുന്ന ആലയം എന്ന പോലെ ദൈവം മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. ആരാധിക്കുന്ന ഇടമാക്കി അനേകർ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആലയം എന്ന പോലെ ദൈവം ചിലതിൻ്റെ ഭവനത്തെ മാറ്റാൻ പോകുകയാണ്. ഇരുവശങ്ങൾ ഞാൻ നിന്റെ സന്ധ്യതിനെയും മേൽ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ അനുഗ്രഹത്തെയും പകരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ദൂത് ഏറ്റെടുത്തോ. നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ചില ചലനങ്ങൾ നടക്കാൻ പോകുന്നു. അത് ശിംശോൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമുക്കൊന്ന് ചിന്തിക്കാം. എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചു ആ വാക്യം. എന്താണെന്നറിയാമോ? സ്തോത്രം. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ? ആരാണ് ഈ അഗ്രചർമ്മികൾ? ആരാണ് അഗ്രചർമ്മി എന്ന് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 7:51 പോകണം. ഷാഢ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. എന്ന് വെച്ചാൽ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നവരുമാണ് അഗ്രചർമ്മികൾ എന്ന് പറയുന്നത്. നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആത്മാവിൽ കൈയടിച്ച് ആരാധിച്ച് അന്യഭാഷയൊക്കെ പറയുമല്ലേ. എന്നാൽ ചിലർ ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നത് കാണാം. ആരാധിക്കത്തുമില്ല, സ്തോത്രവും പറയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. കാര്യം എന്താണെന്നറിയാമോ? അവരകത്ത് പരിശുദ്ധാത്മാവില്ല. റെയ്നാഡ് ബോങ്ക വന്ന് പ്രസംഗിച്ചാൽ പോലും അനങ്ങത്തില്ല. സ്തോത്രം. ഇലക്ട്രിക് പോസ്റ്റ് പോലെ എത്ര ശക്തിയുള്ള സ്തോത്രം സപ്ലൈ അതിൽ കൂടെ പോയാലും ഇലക്ട്രിക് പോസ്റ്റിനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ ഇവർ കുറ്റി അടിച്ച പോലെ നിൽക്കുക. ഇവരെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത ഷാഢ്യക്കാർ, അവരെന്നും പരിശുദ്ധാത്മാവോട് എതിർത്ത് നിൽക്കും. എന്നും ശിംശോനെ പോലുള്ള അഭിഷിക്തന്മാർക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ശിംശോന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവരുടെ കൈ ഞാൻ വീഴരുതേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ അഗ്രചർമ്മികളുടെ കൈ ഞാൻ വീഴരുതേ. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറയാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, വായിക്കേണ്ട, ഞാൻ പറയാം. അപ്പോൾ ദാവീദ് എൻ്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവൻ എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തനാർ. അപ്പോൾ ആരാണെന്നറിയാം അഗ്രചർമ്മികൾ? ഫെലിസ്ത്യരാണ് അഗ്രചർമ്മികൾ. ഗോലിയാത്താണ് അഗ്രചർമ്മികൾ. നിന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ നിൽക്കുന്ന ചില ഗോലിയാത്തിന്റെ ശക്തികളാണ് അഗ്രചർമ്മികൾ. ശിംശോൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഇവന്റെ കൈ ഞാൻ വീഴരുതേ. ആരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിന്നെ പരിഹസിക്കുന്നവന്റെ കൈ നീ വീഴത്തില്ല, നിന്നെ ഒറ്റപ്പെടുത്തുന്നവന്റെ കൈ നീ വീഴത്തില്ല. നീ അവരെ ഓവർകം ചെയ്യാൻ പോകുക. അപ്പോൾ അഗ്രചർമ്മികളെ പേടിച്ച് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കാത്തൊരു പെനിനെ പേടിച്ച് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഗോലിയാത്തിനെ പേടിച്ചിരിപ്പുണ്ടോ? ദൈവാത്മാവ് പറയുന്നു, ഈ അഗ്രചർമ്മികളുടെ കൈ നീ വീഴത്തില്ല, നീ എഴുന്നേക്കാൻ പോകുന്ന ദൈവാത്മാവ് ദൂത് പറയുന്നു. അപ്പോൾ തീരുവെന്ന് തോന്നിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വെളിപ്പെടാൻ പോകുന്നത് പോലെ ന്യായാധിപന്മാർ 15:19 അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളറുമാറാക്കി. ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. ഇന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം. ഒരിക്കലും പിളരാതെ കിടക്കുന്ന സ്തോത്രം നിന്റെ നന്മയുടെ തടസ്സപ്പെടുത്ത വഴികൾ പിളർന്നു മാറാൻ പോകുക.
നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ ആരോടും ചോദിച്ചാൽ ഒരു ഗ്ലാസ്സോ അര ഗ്ലാസ്സോ വെള്ളം തരും. പക്ഷെ ദൈവം നമുക്കൊന്ന് തരാൻ തീരുമാനിച്ചാലുണ്ടല്ലോ, സ്തോത്രം, അത് ഒരു ഗ്ലാസ്സമോ 2 ഗ്ലാസ്സിലോ ഒന്നും തീരത്തില്ലെന്നേ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാപിക്കാൻ തയ്യാറായിക്കോ. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നിനക്ക് വേണ്ടി അവൻ ചിലത് വെട്ടാൻ പോകുക, ചിലർക്ക് വേണ്ടി പുതിയ വഴികൾ വെട്ടാൻ പോകുന്നു, ചില കുഴികളെ ദൈവം തുറക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോ. അപ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഒരു പ്രവാചകൻ പ്രവചിക്കുകയാണ്, നിങ്ങൾ കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്ക വിധം താഴ്വര വെള്ളം കൊണ്ട് നിറയും. അപ്പോൾ ഈ പ്രവചനം നമ്മൾ ആരോടെങ്കിലും ചെന്ന് ചോദിച്ചാൽ അവർ പറയാം, മഴയില്ലാണ്ട് എങ്ങനെയാ വെള്ളം വരുന്നത്? എടാ, അത് നീ പഠിച്ച തിയറി, സ്തോത്രം, നിന്റെ പിതാക്കന്മാർ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ വിശ്വാസത്താൽ രാജ്യങ്ങൾ അടക്കാൻ പോകുക. ഒരു മഴ പെയ്തില്ലെങ്കിലും എൻ്റെ കുഴി നിറയാൻ പോകുന്നു. കാരണം മഴ പെയ്താൽ നിനക്കും കിട്ടും, ഇത് എനിക്ക് മാത്രമുള്ളതാ. ഇതൊരു ദൂതാ കിട്ടോ. എന്താ ദൈവം മഴ പെയ്ക്കാഞ്ഞെന്നറിയാമോ? അവൻ അങ്ങനെ പ്രാർത്ഥിക്കാത്ത അവൻ അങ്ങനെ കിട്ടണ്ട. എന്നാൽ സ്തോത്രം, ഒരു കുഴി വെട്ടാൻ പോകുന്നു നിനക്ക് വേണ്ടി. കരയുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് മാത്രമല്ല, നിന്റെ മൃഗവാഹനങ്ങളും നിന്റെ കുതിരകളും സകലവും നിറയത്തക്ക വിധത്തിലുള്ള നന്മകളുടെ കുഴികൾ വെട്ടാൻ ദൈവം പോകുക. അനുഗ്രഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണം. ചിലർ പറയും നിത്യത മാത്രമാണ് അനുഗ്രഹം എന്ന ചിലർ പറയുന്നത്. അല്ല, ദൈവം ഭൂമിയിലും നിനക്കൊരു നന്മ വെച്ചിട്ടുണ്ട്, ഈ ഭൂമിയിൽ നിനക്കൊരു ഉയർച്ച വെച്ചിട്ടുണ്ട്. വിശ്വസിക്കണം. ഇരുവശങ്ങളിൽ തല താഴ്ത്തിക്കൊണ്ട് നടക്കാനല്ല. ബൈബിൾ പറയുന്നു, ഈ കുഴി വെട്ടി വെള്ളം നിറയാൻ മാത്രമല്ല, ഇതും പോരാ എന്ന് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ആ ദേശം നീ പിടിച്ചടക്കാൻ പോകുന്നു. വിശ്വാസത്താൽ ഏറ്റെടുത്തോ. നിനക്ക് നന്മ തരത്തില്ലെന്ന് പറഞ്ഞ, വെള്ളം തരത്തില്ലെന്ന് പറഞ്ഞ ദേശത്തെ വെള്ളം കുടിക്കാൻ മാത്രമല്ല, ആ ദേശം പിടിച്ചടക്കുന്നത് പോലെ അഭിഷേകവും നിന്റെ മേൽ ദൈവം പകരാൻ പോകുക. എന്നിട്ട് അടുത്തൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ദൈവാത്മാവിൻ്റെ ആ പറഞ്ഞ ദൂത് പൂർത്തിയാകും. ബൈബിൾ പറഞ്ഞ, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അവൻ അതിന് ഏൻ ഹക്കാരെ എന്ന് പേരിട്ടു. ഏൻ ഹക്കാരെ, സ്തോത്രം. അത് ഇന്ന് വരെ ലേഹിയിലുണ്ട്. ഞാനത് പഠിച്ചപ്പം ഭയങ്കര ആത്മീയമായി ഞാൻ സന്തോഷിച്ചു. ശിംശോൻ ലേഹിയിലോട്ട് വന്നപ്പോഴാണ് വലിയ ഫെലിസ്തർ ശിംശോനെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. അപ്പം ലേഹി വെച്ച് വലിയൊരു യുദ്ധം ചെയ്തു, അതിൽ ശിംശോൻ ജയിച്ചു. സ്തോത്രം. ആ ലേഹി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, ആ മരണത്തിന്റെ ഒരു ശക്തി വെളിപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ലേഹി. അവിടെ ഒരു അഭിഷിക്തൻ കടന്നു ചെന്നാൽ ഫെലിസ്തർ അവനെ അടിച്ചൊതുക്കി കളയും. സ്തോത്രം. ഞാൻ പറയട്ടെ, ഈ ലേഹി എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഈ ഒരു മരണത്തിന്റെ താഴ്ന്ന ജീവിതത്തിലെ തകർച്ചയുടെ സ്ഥലമാണ്. എന്നാൽ ശിംശോൻ അതിനൊരു പേര് മാറ്റി അങ്ങോട്ടിട്ടു. എന്താണെന്നറിയാമോ? ഏൻ ഹക്കാരെ എന്ന് വെച്ചാൽ, സ്തോത്രം, ഉയർന്നിരിക്കുന്നതായിരിക്കുന്ന സ്ഥലം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിൻ്റെ പേര് അദ്ദേഹം മാറ്റി രാമത്ത് ലേഹി എന്നാക്കി മാറ്റി. വായിക്കണം, ആ വാക്യപ്രകാരമാണ് രാമത്ത് ലേഹി. വെറും ലേഹി അറിയപ്പെട്ടിരിക്കുന്ന സ്ഥലം ഇപ്പൊ രാമത്ത് ലേഹി എന്ന് പേര് ശിംശോൻ ഇട്ടു. കാര്യം, ആ രാമത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്നത്. ഇന്ന് പലക്കാലം താഴ്ചയിൽ നിന്ന് ശിംശോൻ അങ്ങോട്ട് ഉയർന്നത് കൊണ്ടാണ് രാമത്ത് എന്നിട്ടത്. ദൈവാത്മാവ് ദൂത് പറയുന്നു, ഇന്ന് നീ, സ്തോത്രം, ആയിരിക്കുന്ന സ്ഥലത്ത് നീ താഴ്ന്നിരിക്കിയാൽ, ഫെലിസ്തർ നിന്നെ വളഞ്ഞിരിക്കിയാൽ നീ ഭാരപ്പെട്ടിരിക്കുന്നു. ദൈവാത്മാവ്, നീ അവിടെ ജയിച്ച് നീ അതിൻ്റെ പേര് മാറ്റും. ചിലതൊക്കെ പേര് മാറ്റാൻ തയ്യാറായിക്കോ. ചിലതിൻ്റെയൊക്കെ വീടിൻ്റെ പേരിനോടുകൂടെ രാമത്തെന്ന് ചേർത്തോ. ചിലതിൻ്റെയൊക്കെ പേരിനോടുകൂടെ രാമത്തെന്ന് ചേർത്തോ. ഉയർന്നിരിക്കുന്ന വിടുതലുകൾ ചിലതിന്റെ ജീവിതത്തിൽ വരാൻ പോകുക. തൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? വെറും ലേഹിയെ ദൈവം രാമത്തെ ലേഹിയാക്കി മാറ്റാൻ പോകുക. കാരണം എന്തെന്നറിയാമോ? മരണത്തിന്റെ സ്ഥലം ജീവന്റെ സ്ഥലമായി മാറി, താഴ്ചയുടെ സ്ഥലം ഉയർച്ചയുടെ സ്ഥലമായി മാറി. ദൈവത്തിന്റെ ആത്മാവ് ചില പേരുകളെ മാറ്റുന്നു, നിന്റെ സിറ്റുവേഷനെ മാറ്റുന്നു. ഇന്ന് പകൽക്കാലം ശിംശോനെ, നീ ലേഹി മരിക്കത്തില്ല, മറിച്ച് നീ ജീവിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചില രാമത്തുകൾ നിർമ്മിക്കാൻ പോകുക. അപ്പൊ നിങ്ങൾ ചെറുക്ക് ഏന് ഹക്കാരെ എന്ന് പറഞ്ഞാൽ എന്നാ? ഏന് ഹക്കാരെ എന്ന് വെച്ചാൽ വിളിച്ചവന് വേണ്ടി പുറപ്പെടുന്ന ഉറവ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചിലർ ചോദിക്കുകയാണ്, സ്തോത്രം, എനിക്ക് വേണ്ടി ചിലത് പുറപ്പെടുമോ? നീ ഇന്ന് പകൽക്കാലം പേരും മാറ്റും. ഏന് ഹക്കാരെ ഒരു ഹീബ്രു വാക്കാണ്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വിളിച്ചവന് വേണ്ടി ലേഹിയിൽ പുറപ്പെടുന്ന ഉറവ. ചിലതിന്റെ ജീവിതത്തിൽ ചിലത് പുറപ്പെടാൻ പോകുക.
ഇപ്പോൾ ശിംശം ചൈതന്യം പ്രാപിച്ച് ജീവിച്ചെഴുന്നേറ്റ്, സ്തോത്രം, മീറ്റിങ്ങും തീർന്നു, ശുശ്രൂഷയും തീർന്നു, പ്രവചനം തീർന്നെന്ന് പറയുന്നതിൻ്റെ മുമ്പാകെ കോളറും പൊക്കിക്കൊണ്ട് നടപ്പ. കാര്യം എന്തെന്നറിയാമോ? ജീവജലത്തിൻ്റെ നദി അവൻ്റെ മേലെ ഒഴുകി. ഇന്ന് പകൽക്കാലം നീ തീർന്നെന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ നീ എഴുന്നേക്കാൻ പോകുക. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. സ്തോത്രം, നിന്നെ പരിഹസിക്കേണ്ട മുദ്ദിൽ നീ എഴുന്നേക്കാൻ പോകുക. എൻ ഹക്കാരെ രാമത്ത് ലേഹി എന്ന് പേര് മാറാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരിക്കുന്ന സകലരുടെ മേലും ആ ഒരു ഇമ്പാർട്ടേഷൻ ദൈവം പകരുക. വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. മരിക്കത്തില്ല, രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുക. നീ ലോൺ അടക്കാതെ, സ്തോത്രം, വീട് നഷ്ടപ്പെടത്തില്ല, ദൈവം പൈസ തരാൻ പോകുക. നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ആകാതെ നീ പിറകോട്ട് പോകേണ്ട വരത്തില്ല, മക്കളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആകാൻ പോകുക. ഏൻ ഹക്കാര് രാമത്ത് ലേഹി എന്ന് പേര് വിളിച്ചതുപോലെ നീ ചില പേരുകൾ വിളിക്കാൻ പോകുന്നു. ദൈവം തന്ന നന്മകളുടെ സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെട്ട കൃപകൾ, നഷ്ടപ്പെട്ട പ്രവചനങ്ങൾ, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട സാമ്പത്തികം യേശുവിൻ്റെ നാമത്തിൽ ചിലതിന്റെ ജീവിതത്തിലോട്ട് മടങ്ങി വരാൻ പോകുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് തന്നൊരു പദമാണ് വായിൽ, മഹാജയം. സ്തോത്രം, മഹാജയം. അത് ഏറ്റെടുത്ത് കേട്ടോ. മഹാജയം വെറും ജയമല്ല, അതൊക്കെ സാധാരണ കാര്യമാണ്. ദൈവജനത്തിന് ദൈവം മഹാജയം തരാൻ പോകുക. ദൂത് ഏറ്റെടുത്തോ. ഈ വചനങ്ങളെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അസ്ഥികളുടെ ബന്ധം വിട്ടിരിക്കുന്നത് പോലെ ജീവിതത്തിൽ കർത്താവെ ശരീരത്തിൻ്റെ അകത്ത് ചില അപകടങ്ങൾ ഇട്ടുകൊണ്ട്, കർത്താവെ ആക്സിഡന്റുകൾ ഇട്ടുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുവിൻ്റെ ശക്തികളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം, ചില ആക്സിഡന്റുകൾ മാറിപ്പോകട്ടെ. ദൈവാത്മാവ് പറയുന്നു, ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകും. ചിലതിൻ്റെ ജീവിതത്തിൽ, സ്തോത്രം, സാക്ഷ്യം പറയുന്നത് പോലെ ചില വിടുതലുകൾ, ചില സ്തോത്രം വിസാകൾ, ചില നന്മകൾ, മക്കളുടെ വിഷയത്തിലുള്ള വിടുതലുകൾ ദൈവം തരാൻ പോകുക. കർത്താവ് ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.